നമസ്കാരം. 90കളുടെ അവസാന പാദത്തിൽ വിശേഷിച്ച് 1998 സെപ്റ്റംബറിൽ സംഘടനയ്ക്കുള്ളിലുണ്ടായ അപ്രതീക്ഷിത നേതൃമാറ്റത്തെ തുടർന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെടുന്നത്. നായനാർ മന്ത്രിസഭയിൽ ഊർജ്ജ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുതിർന്ന നേതാവ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദൻ്റെ വിയോഗത്തെ തുടർന്ന് പ്രസ്ഥാനത്തിൻ്റെ അമരത്തേക്ക് എത്തുന്നതോടെ സംഘടനയുടെ നിയന്ത്രണ രീതികളിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ദൃശ്യമായി തുടങ്ങി. തുടർന്നുള്ള ഏകദേശം 18ഓളം വർഷങ്ങൾ, അതായത് 2016 സംസ്ഥാന ഭരണത്തലവനായി തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ അദ്ദേഹം ഈ പദവിയിൽ മാറ്റമില്ലാതെ തുടർന്നു. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ദീർഘകാലം ഒരേ വ്യക്തി തന്നെ സംഘടനാ നേതൃത്വത്തിൽ തുടരുന്നത് അപൂർവമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഈ ദീർഘകാല ഭരണത്തിനിടയിൽ പാർട്ടി സംവിധാനത്തിന്മേൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വി.എസ്. അച്യുതാനന്ദനെ പോലെയുള്ള ജനകീയനായിട്ടുള്ള ഒരു നേതാവിൻ്റെ സ്വാധീനത്തെ പ്രതിരോധിക്കാനും അദ്ദേഹത്തോടെ അനുഭാവം പുലർത്തിയിരുന്ന വിഭാഗങ്ങളെയൊക്കെ സംഘടനാ ചട്ടക്കൂടിന് പുറത്താക്കാനും ഈ കാലയളവിൽ കഴിഞ്ഞു. മാധ്യമങ്ങളെയും ജനവികാരത്തെയും തങ്ങൾക്ക് അനുകൂലമായി തിരിച്ചുവിടാൻ പരമ്പരാഗത പത്രമാധ്യമങ്ങളെ പോലും ഉപയോഗപ്പെടുത്തിയെന്ന ആരോപണങ്ങളും ഇക്കാലത്ത് ശക്തമായി. 2016 തെരഞ്ഞെടുപ്പിൽ ജനകീയ മുഖങ്ങളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് അധികാരം പിടിച്ചെടുത്തതിന് ശേഷം പാർട്ടി തലത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അധികാര കേന്ദ്രീകരണം ഭരണ സംവിധാനത്തിലേക്കും വ്യാപിക്കുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങളും പോലീസും പൂർണ്ണമായും ഭരണത്തലവൻ്റെ തന്നെ വ്യക്തിപരമായ തീരുമാനങ്ങൾക്ക് കീഴിലായെന്ന വിമർശനം വ്യാപകമായി ഉയർന്നു. വിശ്വസ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ മാത്രം താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ച സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന രീതിയാണ് അന്ന് ഭരണകൂടം സ്വീകരിച്ചത്. പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും എതിർ സ്വരങ്ങളെയൊക്കെ തന്നെ അടിച്ചമർത്തുന്ന സമീപനമാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഭരണപക്ഷത്തുള്ള ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ മന്ത്രിമാരും കേവലം കാഴ്ചക്കാരായി മാത്രം മാറുകയും തീരുമാനങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് മാത്രം രൂപപ്പെടുകയും ചെയ്തതോടെ സംസ്ഥാനത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വൻ തിരിച്ചടി ഉണ്ടായതായിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. തുടർച്ചയായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങളും അഴിമതി ആരോപണങ്ങളും കാരണം ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ട കടുത്ത അമർഷം ഒടുവിൽ പൊതു തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പ്രതിഫലിക്കാനും തുടങ്ങി. പ്രസ്ഥാനത്തിൻ്റെ പരമ്പരാഗത കോട്ടകളായിട്ട് കരുതപ്പെട്ടിരുന്ന പല മണ്ഡലങ്ങളിലും അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികളാണ് ഭരണപക്ഷത്തിന് നേരിടേണ്ടി വന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴും പാർട്ടി നേതൃത്വം അത് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നതും മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുമൊക്കെ തന്നെ അണികളിൽ വലിയ നിരാശയുണ്ടാക്കി മാറ്റി. മാധ്യമപ്രവർത്തകരും സ്വതന്ത്ര ചിന്താഗതിക്കാരുമായിട്ടുള്ള പൊതുജനങ്ങളും ഉയർത്തിയ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം ചോദ്യം ചെയ്യുന്നവരെയൊക്കെ തന്നെ വേട്ടയാടുന്ന സമീപനമാണ് ഭരണകൂടം സ്വീകരിച്ചത്. എന്നാൽ വോട്ടെണ്ണൽ ഫലങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതോടെ ജനങ്ങളുടെയും സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെയും ഒക്കെ തന്നെ യഥാർത്ഥ വികാരം വ്യക്തമായി. തങ്ങളുടെ പ്രസ്ഥാനം ഏതാനും വ്യക്തികളുടെ സ്വാർത്ഥതയ്ക്ക് ഇരയായി നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ച സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ തന്നെ ബാലറ്റ് ബോക്സിലൂടെ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു. ജനവിധി നൽകിയ ശക്തമായ മുന്നറിയിപ്പിന് പിന്നാലെ പാർട്ടി ദേശീയ നേതൃത്വവും മുതിർന്ന നേതാക്കളുമൊക്കെ തന്നെ വിഷയത്തിൽ ഇടപെടാനായിട്ട് നിർബന്ധിതരായി മാറി. ദേശീയ ജനറൽ സെക്രട്ടറി എം.എ. ബേബിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ അണികൾക്ക് നിർഭയമായിട്ട് അഭിപ്രായം പറയാനുള്ള അവസരമൊരുക്കണമെന്നും പരസ്യമായി നിലപാടെടുത്തു. തുടർന്ന് തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെയൊക്കെ തന്നെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള പഠനം നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് അത് ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിലൂടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചലനമുണ്ടാക്കി മാറ്റി. സംസ്ഥാന നേതൃത്വവും ഭരണത്തലവനും ഇതുവരെ നിഷേധിച്ചുകൊണ്ടിരുന്ന സകല വീഴ്ചകളും ശരിവെക്കുന്നതായിരുന്നു ഈ റിപ്പോർട്ട്. ജനങ്ങളോടുള്ള അഹങ്കാരവും ധാർഷ്ട്യവും ആഴത്തിൽ വേരൂന്നിയ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ തന്നെ പോലീസിൻ്റെ ക്രൂരമായ അതിക്രമങ്ങളും ഇതെല്ലാം തന്നെ പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് ദേശീയ നേതൃത്വം തയ്യാറാക്കിയ രേഖയിൽ തുറന്ന് സമ്മതിക്കുന്നു. സർക്കാരിന്മേൽ പാർട്ടിക്ക് യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതായെന്നും ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ വിചിത്രമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് ഭരണകൂടം വഴങ്ങുകയായിരുന്നുവെന്നും ഈ ഔദ്യോഗിക രേഖയിലൂടെ വ്യക്തമാക്കപ്പെട്ടു. സംസ്ഥാനത്ത് മുൻപുണ്ടായ പ്രക്ഷോഭകരമായിട്ടുള്ള സാഹചര്യങ്ങളിലും വിശ്വാസപരമായിട്ടുള്ള വിഷയങ്ങളിലുമൊക്കെ തന്നെ ഭരണകൂടം സ്വീകരിച്ച സങ്കുചിത നിലപാടുകൾ ജനങ്ങളെ പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റിയതായിട്ട് പാർട്ടി രേഖകൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ശബരിമല വിഷയത്തിലെ ക്രമക്കേടുകൾ, വഖഫ് അല്ലെങ്കിൽ ന്യൂനപക്ഷ അസംതൃപ്തികളൊക്കെ തന്നെ PM ശ്രീ പദ്ധതിയിലെ ആശയക്കുഴപ്പങ്ങൾ ഇവയൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ കടുത്ത പരാജയമാണ് പാർട്ടിക്ക് സംഭവിച്ചത്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യോഗ്യരായിട്ടുള്ള നേതാക്കളെ തഴയുകയും സ്വന്തം താല്പര്യക്കാർക്ക് മാത്രം പ്രാധാന്യം നൽകുകയും ചെയ്തത് അണികൾക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമായി മാറി. ജനകീയരായ ജനപ്രതിനിധികളെ പോലും പരാജയപ്പെടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് മാറ്റി പകപോക്കൽ രാഷ്ട്രീയം കളിച്ചതും ചില സമുദായ സമവാക്യങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചതുമൊക്കെ തന്നെ തിരിച്ചടിയുടെ ആഘാതം വർദ്ധിപ്പിച്ചു. കണ്ണൂർ ഉൾപ്പെടെയുള്ള മലബാർ മേഖലകളിൽ ജില്ലാ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി സംസ്ഥാന നേതൃത്വം എടുത്ത തനിഷ്ടപ്രകാരമായിട്ടുള്ള തീരുമാനങ്ങളാണ് പരാജയത്തിന് വഴി തുറന്നതെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. നിലവിലെ അഴിമതി കേസുകളിലും അതോടൊപ്പം തന്നെ മാസപ്പടി വിവാദങ്ങളിലുമൊക്കെ തന്നെ പെട്ട് പാർട്ടി നേതാക്കളുടെയൊക്കെ തന്നെ കുടുംബാംഗങ്ങളും നിയമ നടപടികളൊക്കെ തന്നെ നേരിടുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ സംരക്ഷിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ലെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ശക്തമാണ്.
വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്കായിട്ട് പ്രസ്ഥാനത്തെ പണയം വെച്ചവർ സ്വയം തിരിച്ചടികൾ അനുഭവിക്കട്ടെ എന്നും അതിന് പാർട്ടി കുടപിടിക്കേണ്ടതില്ലെന്നുമുള്ള ഉറച്ച നിലപാടിലേക്ക് ദേശീയ നേതൃത്വവും അണികളും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭരണത്തലവൻ്റെ സ്വേച്ഛാധിപത്യ ശൈലിക്കെതിരെ എം എ ബേബിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ തിരുത്തൽ പ്രക്രിയയെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന സാധാരണ സഖാക്കൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഭയത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞിരുന്ന പാർട്ടി ഘടകങ്ങൾ ഇപ്പോൾ ശബ്ദമുയർത്താൻ തുടങ്ങിയിരിക്കുകയാണ്. സംഘടനയെ വീണ്ടെടുക്കാനും അതോടൊപ്പം തന്നെ ജനകീയ അടിത്തറ വീണ്ടും ശക്തിപ്പെടുത്താനും നടത്തുന്ന ഈ നീക്കങ്ങൾ ദീർഘകാലമായിട്ട് അധികാരത്തിൽ തുടരുന്ന വ്യക്തി കേന്ദ്രീകൃത നേതൃത്വത്തിൻ്റെയൊക്കെ തന്നെ പതനത്തിലും പാർട്ടിയിലെ പുതിയൊരു ശുദ്ധീകരണ പ്രക്രിയയ്ക്കും വഴിയൊരുക്കുമെന്ന കാര്യമാണ് ഇവിടെ പ്രതീക്ഷിക്കപ്പെടുന്നത്.